നാളെ പറയാന്നല്ലോ. നാളെ പറഞ്ഞാൽ മതിയോ? ആ ആ ശരി, അപ്പോൾ ഇന്ന് പഠിപ്പിക്കാം അല്ലേ? ആ ശരി. എവിടെ വരെ നമ്മൾ പഠിച്ചേ? നമ്മള് സെക്ഷൻ 153B വരെ, ഇൻവിറ്റേഷൻ, അസേർഷൻ, പ്രജുഡീഷ്യൽ ടു നാഷണൽ ഇന്റഗ്രേഷൻ. ഓക്കെ 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 ശരി. 1 ഇന്ന് മിനിറ്റ്. 154 IPC പ്രകാരം ഓണർക്കോ ഓണറുടെ ഭൂമിയിലോ ഒക്കുപ്പയറുടെ ഭൂമിയിലോ അൺലോഫുൾ അസംബ്ലി നടന്നാൽ 154 CRPC പ്രകാരം എന്ത് ചെയ്യും? FIR ഇടും. പിടികിട്ടിയോ? ആ യെസ്. വെനെവർ, ഹൂയെവർ എന്നല്ല, വെന്നെവർ എന്നാണ് പറഞ്ഞേക്കുന്നത്. വെന്നെവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെന്നവർ ഏത് സമയത്തും അല്ലേ? ആ, എപ്പോഴാണോ. വെന്നെവർ, എപ്പോഴാണോ അൺലോഫുൾ അസംബ്ലി ഓർ റിയോ ടേക്ക് പ്ലേസ്, അൺലോഫുൾ അസംബ്ലി നടക്കുന്നത് അല്ലെങ്കിൽ റിയോട്ട് നടക്കുന്നത്, ദ ഓണർ ഓർ ഒക്കുപ്പയർ ഓഫ് ദ ലാൻഡ് അപ്പോൺ വിച്ച് സച്ച് അസംബ്ലി ഈസ് ഹെൽഡ്. എങ്ങനെ? ഓണറുടെ, ഞാൻ ഒരു ഭൂമിയുടെ ഓണറാണ്, അല്ലെങ്കിൽ ഞാൻ പ്രദീപിൻ്റെ ഭൂമിയുടെ കാവൽക്കാരനാണ്. പ്രദീപിന് കുറച്ച് ഭൂമിയുണ്ട് SRM റോഡിൽ. അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ ഒത്തിരി പേര് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അതിൻ്റെ കാവൽക്കാരനാണ് ഞാൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്, കാവൽക്കാരൻ ഓഫ് ദ ലാൻഡ് അപ്പോൺ വിച്ച് സച്ച് അസംബ്ലീസ് ഹെൽഡ്. അവിടെ എൻ്റെ അറിവിൽ ഒരു അൺലോഫുൾ അസംബ്ലി നടക്കുന്നെങ്കിൽ, ഓർ സച്ച് റിയോട്ട് ഈസ് കമ്മിറ്റഡ്, ആ ഭൂമിക്കകത്തൊരു ലഹള നടന്നാൽ, ആൻഡ് എനി പേഴ്സൺ ഹാവിങ് ഓർ ക്ലെയിമിങ് ഇൻട്രസ്റ്റ് ഇൻ സച്ച് ലാൻഡ്, ഞാൻ ഓണറല്ല, ഞാൻ അതിൻ്റെ കാവൽക്കാരനുമല്ല, പക്ഷേ എനിക്ക് ജോയിൻറ്റ് ലൈബിലിറ്റിയാണ്. എൻ്റെ അച്ഛന് ഭൂമിയുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. എൻ്റെ സഹോദരിക്ക് അവകാശമുള്ള ഭൂമി, എനിക്ക് അവകാശമുള്ള ഭൂമി, എൻ്റെ അമ്മയ്ക്ക് അവകാശമുള്ള ഭൂമി, അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഭൂമിയിലാണ് റിയോട്ട് നടന്നതെങ്കിൽ, ഇൻട്രസ്റ്റ് ഇൻ സച്ച് ലാൻഡ് ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഫൈൻ നോട്ട് എക്സീഡിങ് 1000 rupees. മനസ്സിലായോ? 1860 1000 rupees. ഇന്ത്യൻ ഗവൺമെൻറ്റിന്, കേരള ഗവൺമെൻറ്റിന് അത് പരിഷ്കരിക്കാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. നോട്ട് എക്സീഡിങ് 1000 rupees if he or his agent or manager, knowing that such offence being or has been committed, has been reasonably likely to committed, do not give earliest notice there to the power to principal office of the nearest police station. അങ്ങനെ ഒരു ഭൂമിയിൽ ഓണർ കാണുന്നു അവിടെ റിയോട്ട് നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അൺലോഫുൾ അസംബ്ലി നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒക്കുപ്പയർ വാച്ച്മാൻ കാണുന്നു ഒരു റിയോട്ട് നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു അൺലോഫുൾ അസംബ്ലി നടക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഷെയറുള്ള ഭൂമിയിൽ ഒരു അൺലോഫുൾ അസംബ്ലി നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജർ അറിയുന്നു അവിടെ അൺലോഫുൾ അസംബ്ലി നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഏജൻറ്റ് ഭൂമി വിൽക്കാൻ ഏൽപ്പിച്ചിട്ട് പോയേക്കുക, ബ്രോക്കറെ ഏൽപ്പിച്ചേക്കുന്നത്. ആ ബ്രോക്കറാണ് ആ ഭൂമിയുടെ മേൽനോട്ടക്കാരൻ, ഏജൻറ്റ്. അയാളറിയുന്നു ഒരു അൺലോഫുൾ അസംബ്ലി നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റിയോട്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും ആര്? ഓണർ, ഒക്കുപ്പയർ, ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി, ഏജൻറ്റ്, ഇത്രയും പേര് അറിഞ്ഞിട്ടും അയാൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടില്ല എങ്കിൽ, ആൻഡ് ഡു നോട്ട് ഇൻ ദ കേസ് ഓഫ് ദെയർ ഹാവിങ് റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് എബൌട്ട് ടു കമ്മിറ്റഡ്, അവിടെ പോലീസിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ റിയോട്ട് നടക്കും, അൺലോഫുൾ അസംബ്ലി നടക്കുമെന്ന് അറിഞ്ഞിട്ട് കൂടി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലെങ്കിൽ, യൂസ് ഓൾ ലോഫുൾ മീൻസ് ഇൻ ദെയർ പവർ ടു പ്രിവെൻറ്റ് ഇറ്റ്. പോലീസ് അറിഞ്ഞിരുന്നെങ്കിൽ എന്തു ചെയ്യും? എല്ലാ പ്രതിരോധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തടയുമായിരുന്നെങ്കിൽ, ആൻഡ് ഇൻ ദ ഈവൻറ്റ് ഓഫ് ടേക്കിംഗ് പ്ലേസ് ഡു നോട്ട് യൂസ് ഓൾ ലോഫുൾ മീൻസ് ഇൻ ഹിസ് പവർ ടു ഡിസ്പേഴ്സ് ഓർ സപ്പോസ് റിയോട്ടീസ് അൺലോഫുൾ അസംബ്ലി. അങ്ങനെ തടയാൻ, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തടയാൻ ആരും ശ്രമിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ഓണർക്കും ഒക്കുപ്പയർക്കും ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഏജൻറ്റിനും മാനേജറിനും എല്ലാം എന്തു ചെയ്യും? 154 പ്രകാരം FIR ഇടും.
ഇല്ലേ? എത്ര മാസത്തേക്കാ ശിക്ഷ? 1000 rupees അല്ലേ? 1000 റുപ്പീസ് മാത്രല്ലേ, ആ, മാസം ഇത് കൊടുത്തിട്ടില്ല. മാസം പറഞ്ഞിട്ടില്ല. ദ ആ, ഒഫൻസ് അണ്ടർ 154 ഈസ് നോൺ കോഗ്നിസബിൾ. എന്താ നോൺ കോഗ്നിസബിൾ? പരാതി ഉണ്ടെങ്കിൽ മാത്രമാണ് പരാതിനൊക്കെ കേസെടുക്കും. പരാതി ഉണ്ടെങ്കിൽ കേസെടുത്താൽ മതി. നോൺ കോമ്പൗണ്ടബിൾ, കോടതി അനുവദിച്ചാൽ മാത്രമേ പറഞ്ഞു തീർക്കാൻ പറ്റൂ. ആ, ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ്, അർത്ഥം എന്താ? ഏത് മജിസ്ട്രേറ്റ് കേസ് മജിസ്ട്രേറ്റിനും ചെയ്യാം. ജില്ലാ കോടതി പോകേണ്ട കാര്യമില്ല. ആ, ട്രയബിൾ ബൈ എനി മാജിസ്ട്രേറ്റ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ, വായിച്ചേ കേൾക്കട്ടെ. Section 154. Owner or occupier of a land on which an unlawful assembly is held. Whenever any unlawful assembly or revolt takes place, the owner or occupier of the land upon which such unlawful assembly is held or such revolt is committed, and any person having or claiming an interest in such land shall be punished with fine not exceeding on 1000 rupees if he or his agent or manager, knowing that such offence is being or has been committed, or having reason to believe it is likely to be committed, do not give the earlier notice thereof in his or their power to the principal officer at the nearest police station, and do not, in the case of his or their having reason to believe that it was about to be committed, use all lawful means in his or their power to prevent it, and in the event of its taking place, do not use all lawful means in his or their power to disperse or suppress the revolt or unlawful assembly. യെസ്. 155, 155. Liability to a person of those beneficiary is committed. ആരുടെ ഗുണത്തിന് വേണ്ടിയാണോ ലഹള നടത്തിയത് അയാൾക്ക് എന്ത് ലൈബിലിറ്റി ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? 155 പറയുന്നു. 154 എന്താ പറഞ്ഞേ? ആരുടെ ഭൂമിയിലാണോ ലഹള നടത്തിയത് അയാൾക്ക് എന്ത് ലൈബിലിറ്റി ഉണ്ടാകുമെന്നാണ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. വെനവർ, അതിൻ്റെ പ്രത്യേകം എന്താ? വെന്നവർ എന്നാ, ഹൂയെവർ എന്നല്ല. വെനവർ റിയോട്ട് ഈസ് കമ്മിറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓർ ഓൺ ബിഹാഫ് ഓഫ് എനി പേഴ്സൺ ഹൂ ഈസ് ദ ഓണർ ഓർ ഒക്കുപ്പയർ ഓഫ് എനി ലാൻഡ് റെസ്പെക്ടിങ് സച്ച് റിയോട്ട് ടേക്ക് പ്ലേസ് ഓർ ഹൂ ക്ലെയിംസ് എനി ഇൻട്രസ്റ്റ് ഇൻ സച്ച് ലാൻഡ്. അപ്പോൾ ആരുടെ ഭൂമിയിലാണോ റിയോട്ട് നടന്നത്, ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ റിയോട്ട് നടന്നത്, ഓർ ഇൻ ദ സബ്ജക്റ്റ് ഓഫ് എനി ഡിസ്പ്യൂട്ട് വിച്ച് ഗേവ് റൈസ് ടു ദ റിയോട്ട് ഓർ ഹൂ ഹാസ് അക്സെപ്റ്റഡ് ഓർ ഡിറൈവ്ഡ് എനി ബെനിഫിറ്റ് ദെയർ ഫ്രം. അങ്ങനെ എൻ്റെ ഭൂമിയിലൊരു റിയോട്ട് നടന്നു, ഞാൻ പുറത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മാനേജർക്ക് ഒരു ബെനിഫിറ്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബെനിഫിറ്റ് ദെയർ ഫ്രം സച്ച് പേഴ്സൺ ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ ഇഫ് ഹി ഓർ ഹിസ് ഏജൻറ്റ് ഓർ മാനേജർ ഹാവിങ് റീസൺ ടു ബിലീവ് ദാറ്റ് സച്ച് റിയോട്ട് വാസ് ലൈക്ലി ടു കമ്മിറ്റ് ഇൻ ദ അൺലോഫുൾ അസംബ്ലി which the riot was committed was likely to be held. ആ റിയോട്ട് നടക്കുമെന്ന് അയാൾ അറിഞ്ഞു, പക്ഷേ റിയോട്ട് നടന്നാൽ എനിക്കെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പോലീസിനോട് പറഞ്ഞില്ല, റിയോട്ടിനെ തടഞ്ഞതുമില്ല. ഷാൽ നോട്ട് റെസ്പെക്റ്റീവ്ലി യൂസ് ഓൾ ലോഫുൾ മീൻസ് ഓഫ് ഹിസ് പവർ ടു പ്രിവെൻറ്റ് സച്ച് അസംബ്ലി ഓർ റിയോട്ട് ഫ്രം ടേക്കിംഗ് പ്ലേസ് ആൻഡ് ഫോർ സപ്രസിങ് ആൻഡ് ഡിപ്രസിങ് ദിസ് സെയിം. അതിനെ സപ്രസ് ചെയ്യുന്നതിനോ ഡിപ്രസ് ചെയ്യുന്നതിനോ മറ്റതോറിറ്റി ശ്രമിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാനത് പുറത്തു പറയാതിരിക്കുകയും എൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ എൻ്റെ അധികാരമുള്ള പറമ്പിൽ
അല്ലെങ്കിൽ ഞാൻ ഏജൻ്റായിരിക്കുന്ന പറമ്പിൽ, അല്ലെങ്കിൽ ഞാൻ മാനേജറായിരിക്കുന്ന പറമ്പിൽ. പറമ്പെന്ന് പറഞ്ഞാൽ വീടും കാണും കേട്ടോ. ഒക്കുപ്പയർ എവിടെയാവാം, ജലയാനങ്ങളിലുമാകാം. ആ ആ ഒരു റിയോട്ട് നടന്നാൽ എന്തു ചെയ്യും? എനിക്ക് ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ, അല്ലേ? എത്ര ഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അക്കോർഡിംഗ് ദ നേച്ചർ ഓഫ് ദ റിയോട്ട് ഫൈൻ കൂടുകയും കുറയുകയും ചെയ്യും. യെസ്. ദ ഒഫൻസ് 155 ഈസ് നോൺ കോഗ്നിസബിൾ. നോൺ കോഗ്നിസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം. ബെയിലബിൾ, കോടതിയിൽ നിന്ന് അല്ല പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടും. നോൺ കോമ്പൗണ്ടബിൾ, കോടതി അനുവദിച്ചാൽ മാത്രമേ പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ആവാം, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ആവാം. ഓക്കെ സർ. ബൈക്യൂ. Section 155. Liability of a person for whose benefit a revolt is committed. Whenever a revolt is committed for the benefit or on behalf of any person who is the owner or occupier of any land respecting which such revolt take place, or who claim any owner or occupier of any land claim any interest in such land, or in the subject of any dispute which have rise to the revolt, or who accepted or derived any benefit therefrom, such a person shall be punished with a fine if he or his agent or manager, having reason to believe that such revolt was likely to be committed, or that the unlawful assembly by which such a revolt was committed was likely to be held, shall not respectively use all lawful means in his or their power to prevent such assembly or revolt from taking place, and for suppressing and dispersing the same. Yes. അടുത്ത 156. Okay, sir. Liability of agent of owner. Liability of agent of owner or occupier of whose benefit riot is committed. ഇവിടെ നമ്മൾ 155 ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലേ? ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ റിയോട്ട് നടത്തിയത് ആ വ്യക്തിയെ ഡയറക്റ്റായിട്ടങ്ങ് പറഞ്ഞേക്കുക. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ലൈബിലിറ്റി ഓഫ് ഏജൻറ്റ്. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രദീപിന് ഒരു ഭൂമിയുണ്ട്, അവിടെ റിയോട്ട് നടത്തി പ്രദീപിന് ഗുണമുണ്ട്. പക്ഷേ അവിടെ കാവൽ നിൽക്കുന്ന ഞാനാണ്, ഏജൻ്റാണ്. പ്രദീപ് അവിടെ ഇല്ല. അപ്പോൾ അവിടെ റിയോട്ട് നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഞാനാണ്. പ്രദീപിന് എന്ത് ലൈബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ 155 പറഞ്ഞു. അവിടെ കാത്തു നിൽക്കുന്ന ഏജൻറ്റിന് എന്ത് ലൈബിലിറ്റി ഉണ്ടെന്ന് 156 പറയുന്നു. മനസ്സിലായോ? മനസ്സിലായി സർ. യെസ്. വെനെവർ a riot is committed for the benefit or on behalf of any person who is the owner or occupier of the land respecting of such riot takes place. ഒരാൾ ഓണറാണ്, അല്ലെങ്കിൽ ഒരാളുടെ കൈവശമാണ്, അവിടെ റിയോട്ട് നടക്കുന്നു എങ്കിൽ, ഓർ ഹൂസ് ക്ലെയിംസ് ഇൻട്രസ്റ്റ് ഇൻ സച്ച് ലാൻഡ്, അല്ലെങ്കിൽ അയാൾക്ക് ആ ഭൂമിയിൽ ഒരു അവകാശമുണ്ട്, അദ്ദേഹം പാട്ടത്തിനെടുത്തേക്കുകയാണ്. ഓണറും അല്ല, ഒക്കുപ്പയറും അല്ല, അദ്ദേഹം പാട്ടത്തിനെടുത്തേക്കുക. ഓൺ സബ്ജക്റ്റ് ഓഫ് എനി ഡിസ്പ്യൂട്ട് വിച്ച് ഗീവ് റൈസ് ടു എ റിവോട്ട്, ആ റിവോട്ടിലോട്ട് നയിച്ച ഘടകം എന്താണോ ആ ഘടകത്തെക്കുറിച്ച് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ, ഏജൻറ്റ്, the agent or manager of such a person shall be punished with fine. ആ ഏജൻറ്റ് ഓണറെ ഫൈന്, ഏജൻറ്റിനും ഫൈൻ, അല്ലേ? അതെ സർ. ഈ സച്ച് ഏജൻറ്റ് ഈസ് ഓഫ് എ ഓർ എ മാനേജർ, അങ്ങ് ഒരു ഏജൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടെങ്കിൽ, ഹാവിങ് റീസൺ ടു ബിലീവ് ദാറ്റ് സച്ച് റിയോട്ട് വാസ് ലൈക്ലി ടു ബി കമ്മിറ്റഡ്, അയാൾക്ക് തോന്നി അങ്ങനെ ഒരു
റിയോട്ട് ലഹള അവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന്. ലൈക്ലി ടു ബി കമ്മിറ്റഡ് ഓർ ദാറ്റ് അൺലോഫുൾ അസംബ്ലി ബൈ വിച്ച് സച്ച് റിയോട്ട് വാസ് കമ്മിറ്റഡ് വാസ് ലൈക്ലി ടു ബി ഹെൽഡ്. അങ്ങനെയൊക്കെ ഒരു റിയോട്ട് നടക്കും എന്ന് അയാൾ അറിഞ്ഞെങ്കിൽ ഷാൽ നോട്ട് ടു യൂസ് ലോഫുൾ മീൻസ്, അയാൾ നിയമത്തിൻ്റെ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ പോലീസിനെ അറിയിച്ചില്ല. ഇൻ ഹിസ് പവർ ടു പ്രിവെൻറ്റ് സച്ച് റിയോട്ട് ഓർ അസംബ്ലി ഫ്രം ടേക്കിംഗ് പ്ലേസ് ഫോർ സപ്രസിങ് ദ ഡിസപ്പിയറിങ് ദ സെയിം. അതിനെ സപ്രസ് ചെയ്യുന്നതിനോ ഡിപ്രസ് ചെയ്യുന്നതിനോ ലോഫുൾ അതോറിറ്റിയെ ക്ഷണിച്ചില്ലെങ്കിൽ ആ ഏജൻറ്റിന്, ആ മാനേജർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കുപ്പയർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കാവൽക്കാരന് ഫൈൻ ഏർപ്പെടുത്തും. 156 എന്താ പറഞ്ഞേക്കുന്നത്? ദ ഓഫൻസ് അണ്ടർ സെക്ഷൻ 156 ഈസ് നോൺ കോഗ്നിസബിൾ ആണ്, കോഗ്നിസൻസ് ഇല്ലാത്തതാണ്. ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടുന്നതാണ്. നോൺ കോമ്പൗണ്ടബിൾ, കോടതിയുടെ അനുവാദമില്ലാതെ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല. ട്രയബിൾ ബൈ എനി മാജിസ്ട്രേറ്റ്, ഏത് മജിസ്ട്രേറ്റിനും എന്ത് ചെയ്യാം? കോടതിയിലെ ആ കേസ് കേൾക്കാം. മനസ്സിലായോ? Yes, sir. യെസ്, വായിക്കൂ. Section 156. Liability of agent of owner or occupier for whose benefits reward is committed. Whenever a reward is committed for the benefit or on behalf of any person who is the owner or occupier of any land respecting which such a reward take place, or who claims any interest is in such land or in subject of any dispute which gave rise to the reward, or who has accepted or derived any benefit therefrom, the agent or manager of such person shall be punished with fine, if such agent or manager, having reason to believe that such reward was likely to be committed, or that the unlawful assembly by which such reward was committed was likely to be held, shall not use all lawful means in his power to prevent such reward or assembly from taking place and for suppressing and dispersing the same. Yes. Are the harboring person hired for unlawful assembly? അപ്പോൾ അൺലോഫുൾ അസംബ്ലിക്ക് വേണ്ടി നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട് കൂലിക്ക്. അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കൊട്ടേഷനാണ്, കൂലിക്ക് ആക്രമിക്കുക. അവർക്ക് നമ്മൾ അഭയം കൊടുത്താൽ, കൂലിക്ക് അൺലോഫുൾ അസംബ്ലി നടത്തുന്നതിന് വേണ്ടി കൂലിക്ക് വരുന്ന ആൾക്കാരെ താമസിപ്പിക്കുവാൻ അഭയം കൊടുത്താൽ എന്താണ് ശിക്ഷ? ഓക്കെ Okay, sir. ഹൂയെവർ, അപ്പം എന്തായി? വ്യക്തിയായി. ഹൂയെവർ ഹാർബറേഴ്സ് എന്ന് പറഞ്ഞാൽ അഭയം കൊടുത്താൽ, റിസീവ് സ്വീകരിച്ചാൽ, ഓർ അസംബിൾസ് ഒരുമിച്ച് കൂടിയാൽ, ഇൻ എനി ഹൗസ് പെർമിസസ് ഇൻ ഹിസ് ഒക്കുപ്പേഷൻ ഓർ ചാർജ്, എൻ്റെ വീട്ടിൽ കൂടിയാൽ, എൻ്റെ വീട്ടിൻ്റെ പെർമിസിസിൽ കൂടിയാൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലല്ല എൻ്റെ അധികാരത്തിലുള്ളൊരു സ്ഥാപനത്തിൽ കൂടിയാൽ, അണ്ടർ ഹിസ് കൺട്രോൾ എനി പേഴ്സൺ, എൻ്റെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടിയാൽ, നോയിങ് ദാറ്റ് സച്ച് പേഴ്സൺ ഹാവ് ബീൻ ഹയേർഡ്, എനിക്കറിയാം അവന്മാർ വാടകക്കാരാണ്. എന്തിനു വേണ്ടി? എൻഗേജ്ഡ് ഓർ എംപ്ലോയ്ഡ് ആർ അബൌട്ട് ടു ബി ഹയേർഡ് ഓർ എൻഗേജ്ഡ് എംപ്ലോയ്ഡ് ടു ജോയിൻ ബിക്കം അൺലോഫുൾ അസംബ്ലി. നാളെ നടക്കാൻ പോകുന്ന അൺലോഫുൾ അസംബ്ലിക്ക് ഇന്നേ വന്ന് എറണാകുളത്ത് താമസിക്കുകയാണ് എന്നെനിക്കറിയാം. എൻ്റെ ലോഡ്ജിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മാനേജറായിരിക്കുന്ന ലോഡ്ജിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ എന്നെ മാനേജറെ എന്തു ചെയ്യും? ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഓർ എയ്തർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months. ഞാനൊന്നും ചെയ്യണ്ട, ഒരുത്തന്മാർ അവിടെ വന്ന് താമസിക്കുന്നു, അവർ നാളെ അൺലോഫുൾ അസംബ്ലി ചേരാൻ വന്നതാണ് എന്നറിഞ്ഞിട്ടും ഞാൻ അവന്മാർക്ക് റൂം കൊടുത്താൽ മതി. എത്രയായി? 6 months അല്ലേ? ഓർ വിത്ത് ഫൈൻ
ഓർ വിത്ത് ബോത്ത്. എങ്ങനെയുണ്ട്, കൊള്ളാം? ദിയ പോയോ? ഇല്ല സാർ, നല്ല. യെസ് യെസ് യെസ്. ആ, വായിച്ചേ കേൾക്കട്ടെ. Section 157. Harboring person hired for an unlawful assembly. യെസ്. Whoever harbors, receives, or assembles in any house or premises in his occupation or charge or under his control any person, knowing that such person have been hired, engaged on, employed, or are about to be hired, engaged or employed to join or become members of an unlawful assembly shall be punished with imprisonment of either description for a term which may extend to 6 months, or with fine, or with both. യെസ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓഫൻസ് അണ്ടർ 157. 157 പറയുന്ന ഓഫൻസ് ഈസ് കോഗ്നിസബിൾ. എന്തുവാ കോഗ്നിസബിൾ? കോഗ്നിസബിൾ എന്ന് പറഞ്ഞാല് കേസ് എടുക്കാം. പരാതിയില്ലെങ്കിലും കേസ് എടുക്കണം. കേസ് എടുക്കണം. ഓക്കെ ഓക്കെ സാർ. യെസ്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? പിന്നെ കോഗ്നിസബിൾ നോൺ ബൈ കോമ്പൗണ്ടബിൾ. കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ബെയിലബിൾ, ജാമ്യം കിട്ടും. ആൻഡ് ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ്. ഏത് മജിസ്ട്രേറ്റ് കോടതിക്കും എന്ത് ചെയ്യാം? കേസ് കേൾക്കാം, ട്രയൽ ചെയ്യാം, കേസ് കേൾക്കാം. പൊടി കിട്ടിയോ? യെസ്. ഇനി 158. ബീങ് ഹയേർഡ് ടു ടേക്ക് പാർട്ട് ഇൻ അൺലോഫുൾ അസംബ്ലി ഓർ റിയോട്ട്. നിയമവിരുദ്ധമായി ഒരു സംഘത്തിലോ ലഹളയിലോ പങ്കെടുക്കാനായി വാടകയ്ക്ക് ചേർക്കപ്പെടുന്നു. ഇപ്പം ഞാൻ പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്, ജോലിക്കാരെ ആവശ്യമുണ്ട്. ഒത്തിരി മലയാളികളും ബംഗാളികളും വരികയാണ്. എന്തുവാ ജോലി? കോർപ്പറേഷൻ്റെ മുന്നിൽ നിരാഹാരം ഇരിക്കണം. ഇതാണ് ജോലി. 10 മണി കഴിയുമ്പം കോർപ്പറേഷനകത്ത് കയറി തല്ലുണ്ടാക്കണം. കൊള്ളാമോ? അപ്പം ആ പണിയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ആളെ വിട്ടു കൊടുക്കലാണ് എൻ്റെ പണിയെങ്കിൽ എനിക്കെന്ത് ശിക്ഷ കിട്ടും? ബീങ് ഹയേർഡ് ടു ടേക്ക് പാർട്ട് ഇൻ അൺലോഫുൾ അസംബ്ലി ഓർ റിയോട്ട്. നിയമവിരുദ്ധ സംഘത്തിലോ ലഹളയിലോ പങ്കെടുക്കാനായി വാടകയ്ക്ക് ചേർക്കപ്പെടുന്നത്. അങ്ങനെ വാടകയ്ക്ക് ചേർക്കപ്പെട്ടാൽ എന്ത് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഹു എവർ എൻഗേജ്ഡ് ഓർ ഹയേർഡ്. വാടകയ്ക്ക് ചേർക്കണ ആളാണോ സാർ? യെസ്. ഇതെല്ലാം ശരിയാക്കി കൊടുക്കണ ആള്. അതെ അതെ. ഹു എവർ എൻഗേജ്ഡ് ഓർ ഹയേർഡ് ഓർ ഓഫേഴ്സ് ഓർ അറ്റംപ്റ്റ് ടു ബി ഹയേർഡ് എൻഗേജ്ഡ് ടു ഡു അസിസ്റ്റ് ഇൻ ഡൂയിങ് എനി ആക്ട് സ്പെസിഫിക് ഇൻ സെക്ഷൻ 141. 141 പ്രകാരം ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആളെ എത്തിച്ചു കൊടുക്കുകയോ വാടകയ്ക്ക് എടുത്തു കൊടുക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തുകയോ ചെയ്താൽ 141 എന്താ? അൺലോഫുൾ അസംബ്ലി അല്ലേ? അൺലോഫുൾ അസംബ്ലിക്ക് വേണ്ടി ആളെ സംഘടിപ്പിച്ചാൽ, അതിനെ വാടകയ്ക്ക് ആളെ കൊടുത്താൽ, അതിനു വേണ്ടി ശ്രമം നടത്തിയാൽ എന്ത് ചെയ്യും? ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months. ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് പരസ്യം കൊടുത്തിട്ട് അവരെ എന്തിനുപയോഗിക്കുന്നു? ഗുണ്ടാപ്പണിക്ക് ഉപയോഗിക്കുന്നു അല്ലേ? യെസ്. അങ്ങനെ ഉപയോഗിച്ചാൽ 6 months, 6 മാസം. ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത്. ഫൈനും കിട്ടും, രണ്ടും ഒരുമിച്ചും കൊടുക്കാം. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ്. ആരുടെ? ഇന്ത്യയിലെ സംഘടനാ പ്രവർത്തനം തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ആരെങ്കിലും ഒരു മീറ്റിംഗ് വിളിച്ചാൽ, മീറ്റിങ്ങിലേക്ക് ആളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതെങ്കിലും ആൾക്കാർ മുന്നിട്ടിറങ്ങിയാൽ
അവരെ പിടിച്ചകത്തിനുള്ള വകുപ്പാണ്. ഇന്ത്യൻ ഗവൺമെൻറ് വന്നപ്പോൾ മാറ്റിയോ? ഇല്ല. ഇല്ല. ഇതിനൊക്കെതിരെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് നടത്തിയത്. സിവിൽ ഡിസൊബീഡിയൻറ്റ് നിസ്സഹകരണ പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് എന്നല്ല പറയുന്നത്. അതിനെന്ത് പറയുന്നത് ഇംഗ്ലീഷിൽ? ഡിസൊബീഡിയൻ്റ് അല്ല, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഇംഗ്ലീഷ് എന്ത് പറയും? അത് അനുസരിക്കാത്തത്. വായിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സാർ. Section 158, being hired to take part in an unlawful assembly or revolt. Whoever is engaged or hired or offer or attempt to be hired or engaged to do or assist in doing any of the act specified in Section 141 shall be punished with imprisonment of either description for a term which may extend to 6 months, for which fine, or with both, or to go armed. And whoever, being so engaged or hired as aforesaid, goes armed or engaged or offered to go armed with any deadly weapon or with anything which used as a weapon of offense is likely to cause death, shall be punished with imprisonment of either description for a term which may extend to 2 years, for with fine, or with both. യെസ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കേട്ടോ? എന്താ സാർ? നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്നാ. നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം. ഓക്കെ സാർ. യെസ്. ഇതിൻ്റെ പേരെന്താ? സിവിൽ ഡിസൊബീഡിയൻറ്റ്. സിവിൽ നിയമങ്ങളെല്ലാം നമ്മൾ ലംഘിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഉപ്പ് കലക്കി സമരം ചെയ്തത്. സോൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. മനസ്സിലായോ? അടുത്തത് ഓർ ടു ഗോ ആംഡ്. നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ആയുധവുമില്ലാതെ നമ്മൾ സമ്മേളനത്തിന് അൺലോഫുൾ അസംബ്ലിക്ക് പോയാൽ എന്തൊക്കെ കിട്ടുമെന്നാണ്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് കയ്യിൽ കിട്ടുന്നതൊക്കെ ആയുധങ്ങളുമായി പോകുന്നു എന്ന് കരുതിക്കോ. ആൻഡ് ഹൂ എവർ ബീയിങ് എൻഗേജ്ഡ് ഓർ ഹയേർഡ് ആസ് അഫോർസെഡ്. മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ എൻഗേജ് ചെയ്യപ്പെടുകയോ നമ്മൾ വാടകയ്ക്കെടുക്കപ്പെടുകയോ ചെയ്താൽ എന്തു ചെയ്യും? അഫോർസെഡ്. ഗോസ് ആംഡ് ടു എൻഗേജ് ഒഫൻസ്. ഗോ ആംഡ്. ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആയുധവും സംഘടിപ്പിച്ചു കൊണ്ടുപോയാൽ, വിത്ത് എനി ഡെഡ്ലി വെപ്പൺ, മാരകായുധങ്ങളുമായി പോയാൽ, ഓർ എനിത്തിങ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ വെപ്പൺ ഓഫ് ഒഫൻസ് ലൈക്ലി ടു കോസ്റ്റ് ഡെത്ത്. വെപ്പൺ അല്ല, പക്ഷേ നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ എന്താവും? അവന് മരണം സംഭവിക്കാം. വീട്ടിൽ ഉപയോഗിക്കുന്ന സാമ്പാറിനിളക്കുന്ന ചട്ടകം എന്തല്ല? ആയുധമല്ല, ചട്ടകമാണല്ലോ. അപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ടായി. സ്ത്രീകൾ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ഒരു ചട്ടകം കിട്ടി. സ്ത്രീകളെല്ലാം ചട്ടകവും കൊണ്ടുവന്നു. കഴുത്തിനൊരടി കൊടുത്തു. മിഡിൽ ബ്ലാങ്കറ്റ് തകർന്നു. ആൾ തീർന്നു. ഡെഡ്ലി വെപ്പൺ. മനസ്സിലായോ? ഡെഡ്ലി വെപ്പൺ എന്ന് പറഞ്ഞാൽ എന്താന്ന്? മനസ്സിലായി സാർ. യെസ്. ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ഡിസ്ക്രിപ്ഷൻ വിച്ച് ടേം മേ ബി എക്സ്റ്റെൻഡ് ടു 2 years വിത്ത് ഫൈൻ. ആയുധമില്ലാതെ പോയാൽ 6 മാസവും ആയുധത്തോട് കൂടിപ്പോയാൽ 2 വർഷവും. മനസ്സിലായോ? ഒരാൾ അൺലോഫുൾ അസംബ്ലിയിൽ പങ്കെടുക്കാൻ പോകുന്നു. അയാൾ കയ്യും വീശി പോകുന്നു, ഒരായുധവും ഇല്ല. അയാൾക്ക് 6 മാസം. അതിൻ്റെ പുറകെ ഒരുത്തൻ ഒരു ഇരുമ്പ് വടിയുമായിട്ട് പോകുന്നു. അതൊരു മാരകായുധമല്ല.
വല്യപ്പം കുത്തി നടക്കുന്ന വടിയാ. ആ ഞാൻ വന്നപ്പോൾ കുത്തി നടക്കാൻ എടുത്തതാ. പക്ഷേ അതുകൊണ്ടൊന്ന് കൊടുത്തു, തല പൊളിഞ്ഞു, ആൾ ചത്തു. ഡെഡ്ലി വെപ്പൺ. ഡെഡ്ലി വെപ്പണായി. ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു, ചത്താൽ 302 ആയുധം കൊണ്ട് പോയി റിയോട്ടിൽ പങ്കെടുത്താൽ ചത്താലും ഇല്ലെങ്കിലും അടിച്ചാലും അടിച്ചില്ലെങ്കിലും 2 വർഷം. ആ മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, വായിച്ചേ കേൾക്കട്ടെ. 158. അത് ഞാൻ വായിച്ചു. 158. ആ യെസ്. അടുത്തത്, ദ ഓഫൻസ് അണ്ടർ 158 ഈസ് കോഗ്നിസബിൾ. എന്തുവാ കോഗ്നിസബിൾ? കേസെടുക്കാം പരാതി ഇല്ലെങ്കിൽ. പരാതി ഇല്ലെങ്കിലും അറിഞ്ഞാൽ കേസെടുക്കാം. യെസ് യെസ് സർ. കോഗ്നിസബിൾ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? 159 അഫ്രെ. അടുത്ത ബെയിലബിൾ, ജാമ്യം കിട്ടും. നോൺ കോമ്പൗണ്ടബിൾ. എന്താണ് നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ? കോടതി പോയിട്ട് കോടതി അനുവാദമില്ലാതെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പാടില്ല. ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് കോടതിക്ക് കേസ് കേൾക്കാം. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അഫ്രെ. അഫ്രെ എന്ന് പറഞ്ഞാൽ എന്താ? അൺലോഫുൾ അസംബ്ലിയേക്കാളും ഇച്ചിരി കൂടെ കൂടിയ സാധനം. അടിപിടി. 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 അഫ്രെ. അസോൾട്ട് എന്ന് പറഞ്ഞാലും അടിപിടിയാ. വെൻ 2 or more person. എത്ര പേര് വേണം അടിപിടി കൂടണമെങ്കിൽ? 2 or more person. 2 പേരോ അതിൽ കൂടുതലോ വേണം. 2 or more person. ബൈ ഫൈറ്റിംഗ് ഇൻ പബ്ലിക് പ്ലേസ്. പൊതുസ്ഥലത്ത് നിന്ന് അടികൂടിയാൽ. ഡിസ്റ്റർബ് ദ പബ്ലിക് പീസ്. അത് കണ്ടു നിന്നപ്പോൾ നമ്മുടെ സമാധാനം പോയി. പബ്ലിക് പീസിന് ഡിസ്റ്റർബൻസ് ആയാൽ ദേ ആർ സെഡ് ടു കമ്മിറ്റ് അഫ്രെ. 2 പേര് പരസ്പരം റോഡിൽ നിന്ന് തല്ലുകൂടുന്നു. വേറെ ആരെയും ഒന്നും പറയുന്നില്ല. അവർ പരസ്പരം തല്ലുകൂടുകയാണ്. പക്ഷെ അത് നാട്ടുകാർക്ക് കണ്ടപ്പോൾ അവരുടെ സമാധാനം പോയി. ഇറ്റ് ഈസ് അഫ്രെ. മനസ്സിലായോ? മനസ്സിലായി സാർ. എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് 2 or more person. 2 പേരോ അതിൽ കൂടുതലോ വേണം. ദേ ഫൈറ്റ് ഇൻ പബ്ലിക് പ്ലേസ്. പൊതുസ്ഥലത്ത് യുദ്ധം അടികൂടിയിരിക്കണം. ബൈ ഫൈറ്റിംഗ് ദേ ഡിസ്റ്റർബ് പബ്ലിക് പീസ്. അങ്ങനെ ഫൈറ്റ് ചെയ്തപ്പോൾ പബ്ലിക് പീസിന് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കണം. ബൈ സച്ച് ഫൈറ്റിംഗ് ദേ ഡിസ്റ്റർബ് പബ്ലിക് പീസ് ഇൻ സച്ച് കേസ് ദേ കമ്മിറ്റ് അഫ്രെ. അങ്ങനെയെങ്കിൽ അവർ അഫ്രെ ചെയ്തിട്ടുണ്ട്. പണിഷ്മെൻറ്റ് ഓഫ് അഫ്രെ. ഹൂഎവർ കമ്മിറ്റ് ആൻ അഫ്രെ shall be punished with imprisonment for either description for a term which may extend to 1 month or with fine or both. അപ്പോൾ ചേട്ടനും അനിയനും കൂടിയാണ്. വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയൊക്കെ പോയി. വഴി റോഡിലിറങ്ങി കരണക്കുറ്റിക്കൊന്ന് കൊടുത്തു. അവിടെ വെച്ച് പിടിവലി അടിയായി. ഞാൻ എൻ്റെ ചേട്ടനെ തല്ലിന് നിനക്കെന്താടാ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല ഇല്ല. അല്ലെങ്കിൽ അച്ഛനും മോനും തന്നെയാണ്. വഴിയിലോട്ടിറങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ കമ്പൊടിച്ച് ചെറുക്കനൊരു കാച്ചു കൊടുത്ത്. ചെക്കൻ അച്ഛന് തിരിച്ചൊരു കാച്ചും കൊടുത്തു. അച്ഛനും മക്കളുമാണ്, ഞങ്ങളങ്ങ് പറഞ്ഞു തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല ഇല്ല. പണിഷ്മെൻറ്റ് ഓഫ് കമ്മിറ്റഡ് അഫ്രെ ഇൻ പബ്ലിക് പീസ്. പണിഷ്ഡ് വിത്ത് എത്രയാ? 1 month. കൊടുത്തിട്ടില്ല. 1 month. ഓക്കെ സാർ. പണിഷ്മെൻറ്റ് ഓഫ് അഫ്രെ 1 month ഓർ ഫൈൻ വിത്ത് മേ എക്സ്റ്റെൻഡ് ടു 100 rupees. 1860 100 rupees. ഇപ്പോഴത്തെ ഏതാണ്ട് 1 ലക്ഷം രൂപ വരും. 100 നോക്ക്. അല്ല ഇതിൽ കൊടുത്തിട്ട്. അതെ സാർ. 100. ഇവിടെങ്ങും അല്ല, എന്തോ കാര്യമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലില്ല. 160. ശരി, ആയിക്കോട്ടെ. ഞാൻ 159 നോക്കിക്കൊണ്ടിരുന്നതാ. 160 ഉണ്ടോ? ഇതിലുണ്ട്. 161 ഉണ്ടോ? ഇല്ല ഇല്ല. 162 ഉണ്ടോ? 166 ഉള്ളു. പിന്നെ 166 ഉള്ളൂ. 166 നോക്കിയോ? അത് പുതിയ ചാപ്റ്ററാ. 166 പുതിയ ചാപ്റ്റർ ആണോ? ഓഫ് ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്. പബ്ലിക് സർവൻറ്റിൽ അവിടെ നോക്കണം, ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? പബ്ലിക് സർവൻറ്റിന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പഠിച്ചാലേ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. IPCയുടെ ഭാഗമായിരുന്നു. പക്ഷേ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കര മിടുക്കന്മാരായതുകൊണ്ട് പ്രത്യേക ലെജിസ്ലേഷൻ വീണ്ടും വന്നു.
ഇങ്ങനുണ്ട്, ഉണ്ടോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ. കറപ്ഷൻ ആക്ട് ആ അത് പഠിച്ചാലേ ഇത് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ. ആ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നല്ല മിടുക്കന്മാരായതുകൊണ്ട് വേറെ ആക്ട് ഉണ്ടാക്കേണ്ടി വന്നെന്ന്. ആ എന്ത് മനസ്സിലായി? കറക്ഷൻ മറ്റേ കൈക്കൂലി മേടിക്കണതല്ലേ? കൈക്കൂലി മാത്രമല്ല, അല്ലാതെയും കൈക്കൂലിയൊക്കെ ഇപ്പോൾ എത്ര രൂപ കിട്ടും? ഇപ്പോൾ 50,000 രൂപയുടെ ബഡ്ജറ്റ് ഇട്ടിട്ട് 10,000 രൂപ ചിലവാക്കിയാൽ 40,000 രൂപ കയ്യിരിക്കത്തില്ലേ? ആ അതും കറപ്ഷനല്ലേ? അതെ. പിന്നെ ഇവിടെ റോഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? ആ റോഡ് ഉണ്ട്. ഉണ്ടാക്കിയിട്ട് പോകുന്നതിന് മുമ്പേ എന്ത് ചെയ്യും? റോഡ് പൊളിയും. പൊളി. 40 ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത്. എന്നിട്ട് 10 ലക്ഷം രൂപ പോലും എന്ത് ചെയ്യത്തില്ല? റോഡിലിടത്തില്ല. ബാക്കിയുള്ളത് 30 ലക്ഷം രൂപ കയ്യിരിക്കത്തില്ലേ? കറപ്ഷൻ അല്ലേ? അതെ. അതെ. ആട് 166 വായിച്ചേ. പബ്ലിക് സർവൻറ്റ് ഡിസൊബോയിങ് ലോ. പബ്ലിക് സർവൻ്റ് ആണ്, ലോ അനുസരിക്കുന്നില്ല. വിത്ത് ഇൻറ്റൻറ്റ് കോസ് ഇഞ്ചുറി ടു എനി പേഴ്സൺ. നിയമം അനുശാസിക്കാതെ അയാൾ തോന്നിവാസം കാണിച്ച് മറ്റേ ആർക്കെങ്കിലും ഇഞ്ചുറി ഉണ്ടായാൽ എന്ത് ചെയ്യണം? whoever being a public servant knowingly disobeying any direction of the law as to way which is conduct himself as such a public servant. ഇതാണ് intending to cause or knowing it likely he will by such disobedience causes injury to any person shall be punished with imprisonment for a term which may extend to 1 year. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റേ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ, മോശത്തരം സംഭവിച്ചാൽ എന്തു ചെയ്യും? ആ സർക്കാർ ഉദ്യോഗസ്ഥനെ 1 ഇയർ ശിക്ഷിക്കാം. മനസ്സിലായോ? വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ നിയമം അനുശാസിക്കാതെ അവൻ തോന്നിവാസം ചെയ്താൽ നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൃത്യമായി 165 എന്ത് ചെയ്യണം? അയാളെ ചാർജ് ചെയ്യണം. അങ്ങനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ത് ചെയ്യും? ഒന്ന് ഒതുങ്ങും. ഇല്ലസ്ട്രേഷൻ നോക്കൂ. എ ബീയിങ് ആൻ ഓഫീസർ ഡയറക്റ്റഡ് ബൈ ലോ to take property in execution in order to satisfy the decree pronounced in the said's favor by the court of justice. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ട്, എൻ്റെ ഭൂമി പിടിച്ചെടുത്ത് പ്രദീപിന് കൊടുക്കണം. നോയിങ്ലി ഡിസൊബേസ് സച്ച് എ ഡയറക്ഷൻ. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളാണ് എക്സിക്യൂഷൻ നടത്താൻ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളങ്ങ് പൊക്കോ എന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. പിടിച്ചെടുത്ത് കൊടുക്കൽ. മനസ്സിലായി. With the knowledge he is likely thereby cause injury said has committed offense defined under 166. മനസ്സിലായോ? യെസ്. അപ്പോൾ വായിച്ച കേൾക്കട്ടെ. ചാപ്റ്റർ 9 of offenses by or relating to public servants. 161 to 165 were repealed by the Prevention of Corruption Act 9. Replaced എന്നാണോ സാർ? അത് റീപ്ലേസ്ഡ് എന്നാണ്. റിപ്പീൽഡ് എന്ന് വായിച്ചാലും മതി. Replaced by the Prevention of Corruption Act 1989, 49 of 1988 VWEF. 166 Section 166 Public servant disobeying law with the intent to cause injury to any person. Whoever by a public servant knowingly disobeys any direction of the law as to the way in which he is to conduct himself as such public servant, intending to cause or knowing to be likely that he will by such disobedience cause injury to any person, shall be punished with simple imprisonment for a term which may extend to 1 year or with fine or with both. Illustration: A, being an officer directed by a law to take property in execution in order to satisfy a decree
pronounced in Z's favor by a court of justice knowingly disobey that direction of law with the knowledge that he is likely thereby to cause injury to Z, A has committed the offense defined in this section. Yes,